ഇന്ന് നമ്മൾ 1 വയസ്സ് മുതൽ 2-2.5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ബാക്ക് പീസാണ്. അപ്പം ഓപ്പണിംഗ് ഉള്ള ഭാഗമാണ് ഞാൻ ബാക്കിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് എനിക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് 9 ഇഞ്ചാണ്, പ്ലസ് ഒരു 1 ഇഞ്ച് കൂടെ ചേർത്ത് 10 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ ഷോൾഡറിൽ ഞാനൊരു അഡീഷണൽ ബാൻഡാണ് കൊടുക്കുന്നത്. അതിന് ഏകദേശം ഒരു 2.5 ഇഞ്ച് നീളം ഉണ്ടാവും. അപ്പോൾ ആ 2.5 വിട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ബോഡിയുടെ വിഡ്ത്ത് ഇവിടെ ഇപ്പം മാർജിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു 1 ഇഞ്ച് എക്സ്ട്രാ ആദ്യമേ വിട്ട് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ബാക്കിൽ ഹൂക്കിനും ലൂപ്പിനും വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് സമയം വേസ്റ്റ് ആക്കേണ്ടി വരില്ല. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ആദ്യമേ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 5 ഇഞ്ചാണ് ബോഡി വിഡ്ത്തായിട്ട് എടുത്തിരിക്കുന്നത്. ടോട്ടൽ ബോഡി റൗണ്ടിനോടൊപ്പം ആവശ്യത്തിന് ലൂസ് വിട്ടിട്ടാണ് നമ്മൾ ചെറിയ കുട്ടികൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇവിടെ ഞാനൊരു ഏകദേശ അളവിൽ കട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ 5 ഇഞ്ചാണ് ഇവിടെ ബോഡി വിഡ്ത്ത്, അതായത് 20 ഇഞ്ചിൻ്റെ 4/1 അതാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ച ലെങ്ത്തും വിഡ്ത്തും ജോയിൻ ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ ലെങ്ത്, അതായത് നെക്കിൻ്റെ ലെങ്താണ് നമ്മൾ 2.5 ഇഞ്ച്, അത് അഡീഷണൽ ബാൻഡാണ് അറ്റാച്ച് ചെയ്യുന്നത്. അത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴോട്ട് 9 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്, പ്ലസ് 1 ഇഞ്ച് മാർജിനും ഇട്ടിട്ടുണ്ട്. വിഡ്ത്ത് നോക്കുമ്പോൾ ബാക്കിൽ ഹൂക്കിനും ലൂപ്പിനും വേണ്ടിയിട്ട് നമുക്ക് 1 ഇഞ്ച് ഇട്ടിട്ടുണ്ട്, പ്ലസ് ഒരു 5 ഇഞ്ച് വിഡ്ത്ത് നോർമലി ഉള്ളത് എടുത്തിട്ടുണ്ട്, പ്ലസ് 1 ഇഞ്ച് അഡീഷണൽ മാർജിനും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ബാക്കിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ നമുക്ക് ക്ലോസ്ഡ് ആയ ഭാഗമാണ് വേണ്ടത്. അപ്പോൾ ഫാബ്രിക് 2ആയിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഞാൻ ഫ്രണ്ടിലേക്ക് എടുത്തിരിക്കുന്നത്. ലൈനിങ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈനിങ്ങിലായിരിക്കണം മാർക്കിംഗ് എല്ലാം ചെയ്യേണ്ടത്. ഇതിപ്പോൾ ചെറിയ കുട്ടിക്കായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഫാബ്രിക് തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ ലൈനിങ്ങിനും വെള്ളത്തെ ഫാബ്രിക്കായിട്ടും ഞാൻ സെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ലൈനിങ്ങിൻ്റെ പീസാണ്. അതിനുശേഷം നമ്മൾ ഇത് വെച്ചിട്ട് തന്നെയാണ് ഒറിജിനൽ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ബാക്ക് പീസിൽ നമ്മൾ ഹൂക്കിനും ലൂപ്പിനും എക്സ്ട്രാ 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 1 ഇഞ്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വെച്ചതിന് ശേഷം ബാക്കിയുള്ള അതേ അളവിൽ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിലെ ഹൂക്കിനും ലൂപ്പിനും ഉള്ള പോർഷൻസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഈക്വൽ ആയിട്ട് വരും. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ലൈനിങ്ങിന് ഉദ്ദേശിച്ചിട്ടുള്ള പീസുകളാണ്. ഇതേപോലെ തന്നെ 3 പീസ് ഇതേ അളവിൽ നമ്മൾ ഒറിജിനൽ ലെയറിന് വേണ്ടിയിട്ടും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ലീവ്സ് നമുക്കൊരു റാഫിൾ സ്ലീവാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് റാഫിളിന് വേണ്ടിയിട്ടുള്ള 2 പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുണി കുറവുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യുന്നതിന് പകരം സിംഗിൾ ലെയർ എടുത്താലും മതി, എന്നിട്ട് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് നോർമലി സ്ലീവിന് ഫോൾഡ് ചെയ്യുന്നത് പോലെ നമുക്കിതിന് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. സെൻറ്ററിൽ കുറച്ച് പോർഷൻസ് നമുക്ക് ആ ഒരു ഫ്ലീറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിട്ടിട്ട് അതിനുശേഷം നമുക്ക് സ്ലീവിന് കട്ട് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവായിട്ട് കൊടുക്കാനുള്ള ബാൻഡും കൂടി കട്ട് ചെയ്തെടുക്കണം. നമ്മളൊരു സ്ട്രാപ്പ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നെക്ക് ഡെപ്തായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ്. ഫ്രണ്ടിലെ ഡെപ്തും ബാക്കിലെ ഡെപ്തും കൂടി 5 ഇഞ്ചോളം മിനിമം നമുക്കിതിൻ്റെ ലെങ്ത് ആവശ്യമുണ്ട്. പ്ലസ് മാർജിനും കൂടി ചേർത്ത് 6 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ 6 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വിഡ്ത്തിലും ഞാൻ 2 ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബാൻഡ് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് റാഫിൾസ് വരുന്ന വിധത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ബാൻഡ് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം, അതുപോലെ സെൻറ്ററിൽ നിന്ന് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് റാഫിൾസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർജിനൊന്നും പുറത്തേക്ക് കാണത്തില്ല. പുറത്താണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ റാഫിൾസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സൈഡ് ഇൻ്റർലോക്ക് ചെയ്തതിന് ശേഷം ബാൻഡ് പുറത്തേക്ക് വെച്ച് അറ്റാച്ച് ചെയ്താലും മതി. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ റാഫിൾസിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡ് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് പ്ലീറ്റ്സ് വേണ്ടത്. ഞാൻ ഈ ഒരു സൈഡിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നൂല് വലിച്ചിട്ട് ആ ഒരു ഫ്രില്ല് പോലെ സെറ്റാക്കി എടുക്കാം. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ഡെക്കറേഷനൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ റാഫിലിൻ്റെ എഡ്ജിലൊക്കെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ചെറിയ കുട്ടികളാകുമ്പോൾ മാക്സിമം അവരുടെ ബോഡിയിൽ ലേസ് ഒന്നും ടച്ച് ചെയ്യാത്ത വിധത്തിൽ നമ്മൾ ലേസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ റാഫിൾസൊക്കെ ഞാനിങ്ങനെ ഒന്ന് ഗ്യാതറിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പാൻറ്റിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റാഫിൾസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡിപ്പെൻസ്, ചില തുണികൾ നല്ല പ്രോപ്പറായിട്ട് ഇരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സപ്പോർട്ട് സ്റ്റിച്ച് കൂടെ കൊടുക്കാം. അതിനുശേഷം മറുഭാഗവും നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിവിടെ ഒരു ഗോൾഡൻ ടച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളർ ലേസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതിനോടൊപ്പം നമ്മളൊരു ഗോൾഡൻ കളർ ടിഷ്യൂവിൻ്റെ സ്കേർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒന്ന് ഇതും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് എപ്പോഴും ഇതുപോലെ ബോഡിയിൽ ടച്ച് ആവാത്ത ഭാഗങ്ങളിൽ ലേസസ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. 2 സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പോർഷനിൽ എക്സ്ട്രാ കുറച്ചുകൂടി ഷേപ്പ് കൊടുക്കാനുണ്ട്, ആം ഹോളിൻ്റെയും നെക്കിൻ്റെയും ഭാഗത്തായിട്ട്. അതുകൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സ്ലീവ്സ് നമ്മളിവിടെ ഇങ്ങനെയാവും അറ്റാച്ച് ചെയ്യുന്നുണ്ടാവുക. അതിന് താഴ്ഭാഗത്തായിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു കർവ് കൊടുക്കണം. അതുപോലെ നെക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കർവ് ഷേപ്പായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് സ്ക്വയർ ആയിട്ടും ചെയ്യാം. ഞാനിവിടെ ചെറിയൊരു കർവായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഷേപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് പീസസ് ആണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. ഇത് 4 പീസ് ഉണ്ട്. 2 പീസ് ലൈനിങ്ങിനുള്ളതും 2 പീസ് ശരിക്കുള്ള ഫാബ്രിക്കും, അതുപോലെ ഫ്രണ്ടിലേക്കുള്ള 2 പീസ് ലൈനിങ്ങിൻ്റെയും ശരിക്കുള്ള ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. ബാക്കിലേക്കുള്ള എക്സ്ട്രാ പോർഷൻസ്, അതായത് ഹൂക്കിനും ലൂപ്പിനും വേണ്ടി നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്നു. അത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മാർക്കിംഗ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. അളവെടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു കൃത്യമായിട്ടുള്ള അളവനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു ഗിഫ്റ്റായിട്ട് ചെയ്യുന്നതാണ്, കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു 1 ഇഞ്ചോളം താഴ്ത്തി ഇങ്ങനെ ഡെപ്തും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കർവ് ഷേപ്പ് അത്ര തന്നെ കൊടുത്തിട്ടുള്ളൂ. ആം ഹോള് ഏകദേശം ഒരു 1.5 ഇഞ്ചോളം ഞാനിങ്ങനെ ഒന്ന് ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്കിംഗ് അനുസരിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസുകളും ബാക്കിലെ പീസുകളും ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ പോർഷനും ഞാനിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ആം ഹോളിൻ്റെ പോർഷൻ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു കർവ് വരുന്ന ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് റിവേഴ്സ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് റിവേഴ്സ് ചെയ്യുന്നില്ല, ഞാനിങ്ങനെ ഒന്ന് ഹാഫായിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ടാണ് ഈ സ്ലീവ്സ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മാർജിനും അതുപോലെ ഈ ഒരു ലേസിൻ്റെ എഡ്ജും ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവും. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കാണാൻ നല്ല ഫിനിഷിങ്ങും ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ 2 സ്ലീവ്സും ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിൽ നെക്ക് പോർഷനും ആം ഹോൾ പോർഷനും ഞാനിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ലീവിൻ്റെ മറുഭാഗം നമ്മൾ ഈ ബാക്ക് പീസിൽ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് ഇതേപോലെ തന്നെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഈ 2 പോർഷനും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വന്നോളും. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് അയണൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് സ്റ്റിച്ച് ആ എൻഡ് മുതൽ മറ എൻഡ് വരെയും നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുവിധം സ്റ്റിഫായിട്ടിരിക്കുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ഫിനിഷിങ് ഉണ്ടായിരിക്കുക. ഇതിപ്പം സിൽക്ക് പോലത്തെ മെറ്റീരിയലാണ്, നന്നായിട്ട് ഇരിക്കുന്ന മെറ്റീരിയലാണ്. ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പം ഞാനിവിടെ വേറെ സ്റ്റിച്ചൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഇതേപോലെ തന്നെ ബാക്കിലെ 2 പീസും ഞാൻ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ഈ കർവിൻ്റെ ഭാഗമൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ സ്ലീവ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ലൈനിങ്ങും മുകളിലത്തെ ഫാബ്രിക്കും ഒരേപോലെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോകാം. ഈ നെക്കുകൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിൽ അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ലൈനിങ് വേറെ കളറാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ലേസിൻ്റെ ഭാഗം, അതായത് സ്ലീവിൻ്റെ മേൾഭാഗം നമ്മുടെ മുകളിലത്തെ ഫാബ്രിക് കറക്റ്റായിട്ടുള്ള ഫാബ്രിക്കിനെ ഫേസ് ചെയ്ത് വരുന്ന വിധത്തിൽ വേണം ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇവിടെ 2 സ്ലീവ്സും ഞാൻ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഭാഗവും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 ഭാഗവും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇതിനെ റിവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൽ ഹൂക്കിനും ലൂപ്പിനും വേണ്ട പോർഷൻസ് കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതിനൊന്ന് റിവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഹൂക്കിനുള്ള പോർഷൻ ഞാൻ ഉള്ളിലോട്ടും ലൂപ്പിനുള്ള പോർഷൻ പുറത്തേക്കും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കൊടുക്കുന്ന ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് കൊണ്ട് അല്ലാത്ത ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നുള്ളൂ. അതുപോലെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒന്നുകിൽ നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ചൊന്നും പുറത്തേക്ക് കാണാത്ത വിധത്തിൽ ഈ 2 ഫാബ്രിക്കുകളെ റിവേഴ്സ് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ പുറത്തേക്ക് എടുത്താലും മതി. ഞാൻ അധികം മാർജിനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച് തന്നെയാണ് മാർജിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫാബ്രിക്കിനെ ഇങ്ങനെ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും നെക്കിലാണെങ്കിലും ഒന്നും ഒരു സ്റ്റിച്ച് നമുക്ക് പുറത്തേക്ക് വിസിബിൾ ആയിരിക്കില്ല. എല്ലാം നല്ല പെർഫെക്റ്റ് ഫിനിഷിംഗ് ആയിട്ടായിരിക്കും ഉണ്ടാവുക.
ഇത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള, അതായത് റൈറ്റ് സൈഡുകൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ബാക്ക് പോർഷൻ ഞാനിങ്ങനെ ഒന്ന് റിവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫേസ് ടു ഫേസ് ആണ് ഒറിജിനൽ ഫാബ്രിക്കിൻ്റെയും ലൈനിങ്ങിൻ്റെയും ശരിക്കുള്ള വശം ഇരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ ബാക്ക് പോർഷനും ഞാൻ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെറ്റീരിയൽ ഏതാണെന്ന് നോക്കിയിട്ട് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഷിഫോൺ പോലുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്നുകിൽ അതിന് മുകളിൽ സപ്പോർട്ട് സ്റ്റിച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ താഴ്ഭാഗം മടക്കി അടിക്കുന്നത് തന്നെയാണ് സേഫ്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫാബ്രിക് ഏതാണെന്ന് ആദ്യമേ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് മാർജിൻ കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഈ ഒരു മെറ്റീരിയലിൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ആദ്യമേ തന്നെ മാർജിൻ വളരെയധികം കുറച്ചിട്ട് 1 ഇഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫോൾഡ് ചെയ്യണമെങ്കിൽ മിനിമം 2 ഇഞ്ചൊക്കെ കൊടുത്തിട്ട് തന്നെ ആഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ നെക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൂക്കൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ ഫിനിഷിങ് നല്ല കൃത്യമായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹൂക്കിൻ്റെ ലൂപ്പിൻ്റെ പോർഷൻസ് കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഹുക്കിനും മൈക്കും വേണ്ട ബാൻഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഉള്ളിൽ നിന്നാണ് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തെടുക്കാറ്. അപ്പം സ്ലീവ്ലെസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം പുറമേ നിന്ന് ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ഇടുവാണെങ്കിൽ മാർജിനിലെ ഇൻ്റർലോക്കും ഒക്കെ ഇങ്ങനെ പുറത്ത് കാണുന്ന ഒരു വൃത്തികേട് ഉണ്ടാവും. അതില്ലാണ്ട് നമുക്ക് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പുറമേ നിന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 2 സൈഡിലും പുറമേ തന്നെ ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എക്സസ് മാർജിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ 2 സൈഡും നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അളവില്ലാണ്ട് നമ്മൾ ഏകദേശം ഒരു ഐഡിയയിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ഇതിന് ഗോൾഡൻ കളർ സ്കേർട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു അഡീഷണൽ ഡെക്കറേഷനായിട്ട് ഈ ടോപ്പിൻ്റെ സെൻറ്ററിലായിട്ട്, അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാകുമ്പോൾ എപ്പോഴും നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റുന്ന ടൈപ്പ് എന്തെങ്കിലും ഡെക്കറേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബ്രോഷാണ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ വയ്ക്കാം, ആവശ്യമില്ലാത്ത സമയത്ത് വേണമെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്ന ടൈപ്പ്. പിന്നെ സ്കേർട്ടായിട്ട് നമുക്ക് ഗോൾഡൻ കളർ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നോർമലി നമ്മുടെ ഫ്ലീറ്റഡ് സ്കേർട്ട് പോലെ ചെയ്തിട്ട് അതിന് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്കേർട്ടിന് നമ്മൾ ഏകദേശം ഒരളവ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത്യാവശ്യം ഗ്യാതറിംഗ് ഒക്കെ ഉള്ള സ്കേർട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ വേസ്റ്റിൻ്റെ റൗണ്ടിനേക്കാൾ 4 ഇരട്ടി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ ഇങ്ങനെ ഗ്യാതറിംഗ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 15 ഇഞ്ചസ് കണക്കാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഇങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ലൈനിങ് ആയിട്ട് നമ്മൾ നോർമലി കസവിൻ്റെ സെറ്റ് സാരിയിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ആ ഒരു കോട്ടൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിപ്പം ഇവിടെ ഞാൻ സേഫർ സൈഡ്, നമുക്ക് അളവ് അറിഞ്ഞുകൂടാത്തവർക്ക് ചെയ്യുമ്പം എപ്പോഴും സേഫ് നമുക്ക് വേസ്റ്റിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ താഴെ ഇങ്ങനെ ഗ്യാതറിങ് എടുത്തിട്ട് വേസ്റ്റിൽ ഞാനിങ്ങനെ ഒരു അഡീഷണൽ ബാൻഡ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഇലാസ്റ്റിക്കാണ് അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഫ്ലീറ്റ്സ് അല്ല എടുത്തിരിക്കുന്നത്. എന്നാലും നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഇലാസ്റ്റിക് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ അതിനേക്കാൾ ഹാഫാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ വിഡ്ത്തായിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പം ഇലാസ്റ്റിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിന് മാച്ച് ചെയ്യുന്ന വിധത്തിൽ 2 ടാസലും ഒക്കെ ഞാനിങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.